17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പകൽ 10 മുതൽ 5 വരെയാണ് പോളിംഗ് നടക്കുക. ഭാരത് രാഷ്ട്രസമിതിയും ബിജു ജനതാദളും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. ജൂലൈ 21-ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. NDA മുന്നണിക്ക് വേണ്ടി നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയുമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത്. പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും രഹസ്യ ബാലറ്റിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. MP-മാർക്ക് ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യാമെങ്കിലും സാധാരണയായി പാർട്ടി നിലപാടുകൾക്ക് അനുസൃതമായാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ക്രോസ് വോട്ടിംഗ് സാധാരണമാണ്. 3 പതിറ്റാണ്ടിനിടെ 2022-ൽ ഏറ്റവും വലിയ വിജയം നേടിയാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏകദേശം 75% വോട്ട് നേടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. നിലവിൽ 239 രാജ്യസഭാ MP-മാരും 542 ലോക്സഭാ MP-മാരും ഉൾപ്പെടെ 781 MP-മാരാണ് വോട്ട് ചെയ്യാൻ യോഗ്യരായുള്ളത്. എന്നാൽ മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളും മുൻ തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതിയും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചതിനാൽ MP-മാരുടെ എണ്ണം 770 കുറയും. ഇതിൽ 386 വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കും. NDAക്ക് നിലവിൽ 425 MP-മാരുണ്ട്. അതിനാൽ BJP സ്ഥാനാർത്ഥിയായ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണന് വ്യക്തമായ വിജയം നേടാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. ഇരു സഭകളിലുമായി പ്രതിപക്ഷത്തിന് 324 വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. 2022-നെ അപേക്ഷിച്ച് പ്രതിപക്ഷത്തിന് ഇത്തവണ കൂടുതൽ MP-മാരുണ്ട്. NDA MP-മാർ ക്രോസ് വോട്ട് ചെയ്താൽ മാത്രമേ പ്രതിപക്ഷത്തിന് നേരിയ വിജയ സാധ്യതയുള്ളൂ. എല്ലാ അംഗങ്ങളും കൃത്യമായി വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് NDA യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.